അങ്ങനത്തെ മറ്റ് പല ഫെസിലിറ്റീസും നമുക്ക് പ്രിപ്പറേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ ഷുവർ. ഒരുവിധം എൻ്റെ ക്ലാസ്സിൽ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കുട്ടി ഇറങ്ങി വരുമ്പോൾ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കണ്ടപ്പോൾ ജനറലി ക്യൂറിയസ് ആണ്. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം, എങ്ങനെയാണ്, എന്ത് പറ്റി എന്നുള്ളത് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രില്യൻ 2.0 തന്നെയാണ് അവിടെ. ഒരുവിധം ബ്രില്യൻ്റ് സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ ഉള്ളത്. ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്യണം, നിരത്തി ക്വസ്റ്റ്യൻ ചെയ്യണം, അതിലൊട്ടും പിശുക്ക് കാണിക്കരുത്. പക്ഷേ ആദ്യ സമയം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആകെ മാർക്കൊക്കെ ഒത്തു നോക്കുന്നു, പഴയ ട്രെൻഡ് നോക്കുന്നു, അത് വെച്ച് നോക്കുമ്പോൾ ഇല്ല പോയി ഉണ്ടാവോ ഉറപ്പില്ല, എന്താവോ എന്നുള്ള ആ ഒരു എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 2025 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതി അതിവിജയകരമായി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, ആദിത്യ എന്നാണ് പേര് അല്ലേ? അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദിത്യയുടെ വീടും സ്ഥലവും ഒക്കെ ഒന്ന് പറയാവോ? എൻ്റെ വീട് വരുന്നത് പാലക്കാട് പട്ടാമ്പിയാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ പാലയിൽ 2025 നീറ്റിന് ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ അതിന് മുന്നേ ഒരു വർഷം ഞാൻ ഓഫ്ലൈനായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ബ്രില്യൻ്റെ ജേണി പറയുകയാണെങ്കിൽ ഏറ്റവും ഇവിടുത്തെ ക്ലാസ്സസ്, ഇവിടുത്തെ ഒരു എൻവയൺമെൻറ്റും ടീച്ചേഴ്സിൻ്റെ അപ്രോച്ച് തന്നെയാണ് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് സൈഡായിട്ട് എപ്പോഴും പറയാവുന്നൊരു കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ഇ ലേണിംഗ് ആപ്പ്, ക്ലാസ്സസിലുള്ള പല ഫെസിലിറ്റീസ്, എക്സാമ്പിൾ പറഞ്ഞാൽ ഡൗട്ട് ക്ലിയറൻസ്, അങ്ങനത്തെ മറ്റ് പല ഫെസിലിറ്റീസും നമുക്ക് പ്രിപ്പറേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പം ഇപ്പൊ ആദ്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് 2024 എക്സാമും 2025 എക്സാമും എഴുതിയിട്ടുണ്ടല്ലേ? അപ്പൊ ആ രണ്ട് എക്സാമും ഏകദേശം ഭയങ്കര എക്സ്ട്രീം വേർഷൻ ആയിരുന്നു. 2025 ഭയങ്കര അല്ലേ, ഭയങ്കര എന്താ പറയാ കോൺട്രവേഴ്ഷ്യൽ ആയി പോയ ഒരു എക്സാം ആയിരുന്നു. ആ എക്സാം അറ്റൻഡ് ചെയ്തപ്പോ എന്തായിരുന്നു മോന്റെ ഒരു എന്താ പറയാ അപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു സെന്ററിൽ കണ്ടിടത്തോളം ആ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അത്ര ആരും സന്തോഷത്തോടെ ഇറങ്ങി വന്നു ഒരാളുടെ ഞാൻ മുഖം കണ്ടിട്ടില്ലായിരുന്നു. ഒരുവിധം എൻ്റെ ക്ലാസ്സിൽ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കുട്ടി ഇറങ്ങി വരുമ്പോൾ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കണ്ടപ്പോൾ ജനറലി ക്യൂറിയസ് ആണ്. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം, എങ്ങനെയാണ്, എന്ത് പറ്റി എന്നുള്ളത് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ നന്നായി പഠിച്ചിരുന്നതാണ്, നമുക്ക് മാർക്കൊക്കെ നല്ലപോലെ വന്നിരുന്നതാണ്, 600-650 മേലെ വന്നിരുന്നതാണ്. ഇപ്പോൾ എന്താവും അറിയില്ല, ഭയങ്കര ടഫായിരുന്നു. ഫിസിക്സ് ഒന്നും ശരിക്കും കൂടെ എഴുതാൻ പറ്റിയില്ല, കണക്ക് കുറേ ഉണ്ടായിരുന്നു, ഒന്നും എഴുതി തീരുന്നില്ലായിരുന്നു. അങ്ങനെ ജനറൽ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇത് 2024 നീറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കര എളുപ്പമായിരുന്നു. ഒന്നും നോക്കാതെ നമ്മൾ കറക്കി കുത്തിയാലും അതിൻ്റെ ആൻസർ ഒന്നെങ്കിൽ ശരിയായിരിക്കും. അത് ആ ഒരു ലെവലായിരുന്നു ആ ഒരു എക്സാം. ഈ രണ്ട് എക്സാം അതെ ഭയങ്കര ഒരു വേറെ രണ്ട് രീതിയിൽ, അത് രണ്ടിന്റെയും എക്സ്ട്രീം വേർഷൻ. അപ്പം ഈ ആദിത്യ 2025 നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പം വേറൊരാളുടെ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വയമായിട്ടുള്ള റെസ്പോൺസിനെ കുറിച്ച് അനലൈസ് ചെയ്തു. എങ്ങനെയായിരുന്നു ആദിത്യയുടെ ഒരു എക്സ്പീരിയൻസ്? അപ്പം അതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എനിക്കും നല്ല പോലെ ഭയം ഉണ്ടായിരുന്നു, എന്ത് സംഭവിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കാരണം നല്ല ടഫായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന രീതിയിലേ അല്ലായിരുന്നു ചോദ്യം വന്നിരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. സിലബസ് ഞാൻ നന്നായി കവർ ചെയ്തായിരുന്നു, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെയുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. എക്സാമിൽ ലാസ്റ്റ് പോകുന്നതിന് മുന്നേ മാക്സിമം പോർഷൻസ് ഒന്നുകൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ പിന്നെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ സ്വയം വിചാരിച്ച സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കി. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു മറിച്ച് വേറെ ഒരു രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ടോപ്പിക്കുകളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നൊക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. കുറെ കൊല്ലമായിട്ട് കണ്ടിരുന്നില്ല. ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു, നല്ല സ്റ്റാൻഡേർഡിലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. പിന്നെ വേറെയും അങ്ങനെ പല ചാപ്റ്റേഴ്സ് നിന്നൊക്കെ. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നല്ലപോലെ കടത്തി ചോദിച്ചിരുന്നു. അത് ആ ടെക്സ്റ്റ് അത് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ മുന്നത്തെയൊക്കെ കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിൽ അതേ ഡയഗ്രാം, അതേ റിയാക്ഷൻ അങ്ങനെ ചോദിക്കും. കുട്ടികളെ എഴുതി വെക്കും, അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാവും, അത് എഴുതി വെച്ചാൽ മാർക്ക് ഉണ്ടാവും. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ലായിരുന്നു, ഒന്നുകൂടി ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പക്ഷെ പഠിച്ചാൽ എഴുതാം, പക്ഷെ സമയമാണ്, ടൈമിന്റെ ഒരു വ്യത്യാസം ഒക്കെ ഒരുപാട് വിഷയം വന്നല്ലേ?
പക്ഷെ എന്നിരുന്നാൽ പോലും അതില് നല്ലോണം കോൺസെൻട്രേറ്റഡ് ആയിട്ട് നന്നായിട്ട് പഠിച്ച് എഴുതിയത് കൊണ്ടാണല്ലോ ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ ഇരിക്കുന്നത് അല്ലേ? അപ്പം അതിന്റെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ആദിത്യയുടെ? കാര്യം ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഈ 2025 എക്സാം കഴിയുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ഇങ്ങനെ തകർന്നു പോയി അല്ലേ? എന്ത് ചെയ്യും, ഇനി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു മൊമെന്റിൽ നിന്നാണ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എപ്പോഴത്തെയും പോലെ തന്നെ നല്ല അടിപൊളി സ്കോർ. അതിലൊരാൾ തന്നെ നമ്മുടെ ആദിത്യയാണ്. അപ്പൊ ആദിത്യക്ക് ആ റിസൾട്ട് വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരി, ആദ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മള് ആകെ മാർക്കൊക്കെ ഒത്തു നോക്കുന്നു, പഴയ ട്രെൻഡ് നോക്കുന്നു, അത് വെച്ച് നോക്കുമ്പോൾ ഇല്ല പോയി ഉണ്ടാവോ ഉറപ്പില്ല, എന്താവോ ആവോ എന്നുള്ള ആ ഒരു സ്ഥായിയായിട്ടുള്ള ഭാവങ്ങളൊക്കെയാണല്ലോ നമുക്ക് വരിക. അപ്പോൾ അതിലങ്ങനെ ഇരിക്കുമ്പോൾ റിസൾട്ടൊക്കെ വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്, റാങ്ക് ഉണ്ട്, എല്ലാവരെയും ഞാൻ പ്രതീക്ഷിച്ചതിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ വീട്ടിലൊക്കെ ആൾക്കാരുടെ ഫാമിലിയുടെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര നമുക്ക് ഒരു എന്താ പറയാ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടല്ലോ നമുക്ക് പറയില്ലേ, ലിറ്ററൽ വേർഡ്സിൽ എങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. അപ്പൊ ആദിത്യ, ആ ഒരു നല്ല റാങ്ക് കിട്ടി റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എങ്ങോട്ടെന്നുള്ള കാര്യം, ഇനി ഏത് മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു ആഗ്രഹം നേരത്തെ തൊട്ട് ഉള്ളിലുണ്ടായിരുന്നോ? ട്രിവാൻഡ്രം തന്നെയായിരുന്നു ഓർത്തിരുന്നത്. അപ്പൊ അവിടെ തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഡ്രീം ക്യാമ്പ് അപ്പൊ അവിടെ തന്നെ വേണം എന്നുള്ളതിന്റെ ഒരു എന്തായിരുന്നു ഒരു ആഗ്രഹം? കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ്, ഇന്ത്യയിൽ തന്നെ നല്ല റെപ്യൂട്ടഡ് കോളേജാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. പിന്നെ അങ്ങനെ പല നമ്മൾ കേരളത്തിലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു അല്ലെ, കേരളത്തിന്റെ ഒരു അസറ്റ് തന്നെയാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അപ്പൊ അവിടെ തന്നെ കിട്ടിയതിൽ വലിയ ഭാഗ്യമായിട്ടും അല്ലെ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രില്യൻ 2.0 തന്നെയാണ് അവിടെ. അവിടെ സീനിയേഴ്സ് ഒക്കെ ഒരുവിധം ബ്രില്യന്റ് സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ ഉള്ളത്. ഞാൻ ചോദിച്ചിരുന്ന ഞാൻ ചേരാൻ ചെന്ന സമയത്ത് തന്നെ അവിടുത്തെ പരിചയപ്പെട്ട ഒരു 4-5 പേരെ ഞാൻ പരിചയപ്പെട്ടു. അതിലൊരു 5 പേരും ബ്രില്യന്റ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തന്നെ പേഴ്സണലി പരിചയമുള്ള 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെയും ബ്രില്യന്റിലെ സ്റ്റുഡൻസ് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള പലരും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ട് ഉണ്ട്. കാര്യം പുതിയതായിട്ട് അല്ലെ കണ്ട ഒരു പെട്ടെന്ന് ഒരു കുറെ ആൾക്കാരുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് പോകുന്നതിലും കുറച്ച് നമ്മുടെ ബ്രില്യന്റിലെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു പേടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നമ്മുടെ ടീച്ചേഴ്സും പിന്നെ സീനിയേഴ്സും എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും നല്ല ഒരു എങ്ങനെ പറയാ നമ്മളെ സഹായിക്കും അപ്രോച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ്. നമുക്കങ്ങനെ ഒരു പഴയ പോലെ ടീച്ചർ സ്റ്റുഡൻറ് ഒരു ഡിസ്റ്റൻസ് ആ ഒരു ലെവലിൽ ഇല്ല, വളരെ ആ ഒരു നല്ല രീതിയിലാണ്. പിന്നെ നമുക്ക് ക്യാമ്പസ് ആണെങ്കിലും അതെ, പിന്നെ അവിടെ ആർട്സ് സ്പോർട്സ് അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ അവിടെ ഇതുണ്ട്. ഇപ്രാവശ്യം ഇപ്പോൾ സൗത്ത് സോണ് ഹോസ്റ്റ് ചെയ്യണത് തിരുവനന്തപുരം വെച്ചിട്ടാണ്. ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആർട്സിൻ്റെയൊക്കെ നമുക്ക് കാണാൻ കിട്ടി. അപ്പൊ ഇനിയും ഫെസ്റ്റുകളും ഓരോ സ്പോർട്സ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ? അത് എങ്ങനെയാണ് അല്ലെ അതിന്റെ ഓരോ നടത്തിപ്പില്ലേ അതിന്റെ ഒരു പാർട്ട് ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ? എക്സൈറ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ കമ്മിങ് ബാക്ക് ടു ബ്രില്യൻറ്റ്, നമ്മുടെ ബ്രില്യൻറ്റിലൊരു ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ മോൻ പഠിച്ച് ഇറങ്ങി ആദ്യത്തെ വേറൊരു മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് തിരിച്ച് നമ്മുടെ ഈ ബ്രില്യൻറ്റിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ മെമ്മറിയിൽ തിരിച്ച് റിക്കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എൻറ്റയർ ഒരു അന്തരീക്ഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പഠനം ആ ഒരു ഇതിലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ആസ്വദിക്കാനുള്ളതുണ്ട്. ഞാൻ ആദ്യം പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനുകളിൽ കാണാണ്ട് പോയ പല കാര്യങ്ങളും നമുക്ക് രണ്ടാമത് വരുമ്പോൾ പലതും നമ്മൾ ശ്രദ്ധിക്കുന്നു. ആ ഒരു ലൊക്കാലിറ്റി ഏരിയ, പിന്നെ അതേപോലെ തന്നെ അന്ന് ടീച്ചേഴ്സിനോട് നമ്മൾ ആ ഒരു ജസ്റ്റ് എന്താ പറയുക അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഇതിൽ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ആ ഒരു സന്തോഷം പങ്കിട്ട് അവരോടൊപ്പം ആയിരുന്നു വർത്തമാനം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിഫറെന്റ് വൈബാണ്. പക്ഷേ ഒരു എങ്ങനെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. അന്ന് എനിക്ക് തോന്നുന്നു വന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് സംശയം ചോദിക്കലും ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ച് കഴിഞ്ഞ് പോയിട്ട് ഇപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇപ്പൊ എന്താ പറയാ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ നേടിയ കാര്യങ്ങളും ഒക്കെ അവരുടെ അടുത്ത് തന്നെ വന്ന് ഷെയർ ചെയ്യും. ആ പഠിപ്പിച്ച അധ്യാപകരുടെ അടുത്ത് തന്നെ വന്ന് ഷെയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഫീൽ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ.
ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ 2-3 ടീച്ചേഴ്സിനെ കണ്ടിരുന്നു. അവർ ക്ലാസ്സിലെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ വന്ന് നേടി എന്ന് പറയുമ്പോൾ അത് രണ്ടും ഞാനിങ്ങനെ ആ ഒരേ ഫ്രെയിമിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. യെസ്, അത് നിങ്ങൾ നേടി, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഇത് വേണം നേടണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന അധ്യാപകരുടെ ഫ്രണ്ടിൽ ഞാൻ ഇത് നേടി എന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്നത് അല്ലേ, ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ, ഒരു ഭാഗ്യം കൂടിയാണ്, ദൈവകൃപ. അപ്പൊ എല്ലാം നമ്മുടെ മോന്റെ ഹാർഡ് വർക്കും ഇവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സിന്റെയും ഫാമിലിയുടെ സപ്പോർട്ടും ദൈവത്തിന്റെ അനുഗ്രഹവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പൊ അതാ മോനിപ്പോ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നത് അല്ലേ. യെസ്. അപ്പൊ ആ ക്ലാസ് ടീച്ചർ ആരൊക്കെയായിരുന്നു ക്ലാസ്സിൽ? ഇവിടുത്തെ ടീച്ചേഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത എന്ന് പറഞ്ഞ മിസ്സായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഓൺലൈൻ ബാച്ചിൽ ഉണ്ടായിരുന്ന എബിൻ എന്ന് പറയുന്ന സാറായിരുന്നു. ഇവർ രണ്ടുപേരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു മോന്? വളരെ സപ്പോർട്ട് പുള്ളി വളരെയധികം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ സംഗീത മിസ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു. നമുക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറയാം. ടീച്ചർ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഒരു മാം ഒരു ടീച്ചർ ആ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല, ഒരു ഫ്രണ്ട് പോലെ തന്നെ അങ്ങനെയായിരുന്നു നമ്മളെയൊക്കെ ഉണ്ടായിരുന്നത്. എബിൻ സാർ അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. വീട്ടില് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഇവർ നിരന്തരം കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവരെ അറിയിക്കുകയും അപ്പൊ മോന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഇനി 2026 എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേരെല്ലാം ഇരുന്ന് പഠിക്കുന്നത് മോന് ക്ലാസ്സുകളിലൊക്കെ കണ്ടു കാണുമല്ലോ വന്ന്, അതല്ലേ മോൻ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു പഠനത്തിന്റെ ഒരു അന്തരീക്ഷം എല്ലാ ക്ലാസ്സിലും സൈലന്റ് ആയിട്ട് കുട്ടികൾ പഠിക്കുന്നു, മോഡൽ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി 2026 എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് അവർക്ക് പറയാനുള്ള കുറച്ച് ടിപ്സ് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ടെൻഷൻ പാടില്ല. കാരണം പലപ്പോഴും എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ലാസ്റ്റ് മൊമെന്റിൽ പോയിട്ട് നമ്മൾ ആകെ എല്ലാം കൂടി നടക്കൂ ഇത് നടക്കൂ എന്നുള്ള ടെൻഷൻ വന്നിട്ട് കയ്യിൽ നിന്ന് പലരും പോയവരുണ്ട്. കാരണം ഈവൻ എക്സാം സെന്ററിൽ കയറുന്നതിന് മുന്നേ ഒരു പലരും നിരത്തിരുന്ന് വായിക്കണം. ഞാൻ വായിക്കണമെന്ന് തെറ്റ് പറയില്ല, പക്ഷേ നമ്മൾ കൂടുതൽ വായിക്കുന്നിടത്തോളം നമുക്ക് കൺഫ്യൂഷനും ഇക്വേഷൻസ് എങ്ങനെയാണെങ്കിൽ അവിടെയാണോ എഫ്, ഇവിടെ എൻ ആണോ അതോ MG ആണോ, എന്താണ് ഒരു ഡൗട്ട് ഇങ്ങനെ വരും. അവസാനം ചിലപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മൾ പുതിയതായിട്ട് ചിലപ്പോൾ കാണുന്നതായിരിക്കും ചിലപ്പോൾ ഇക്വേഷൻ, അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കി വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് മാക്സിമം പറയാ വെച്ച് കഴിഞ്ഞാൽ മുന്നേ കുട്ടി തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നുള്ളത് നമ്മളൊരു ഉറപ്പ് വരുത്താം. പിന്നീട് അത് വായിക്കാൻ പോകുമ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷനിലേക്ക് എത്തും. അപ്പം നമുക്കത് അറിയണ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കൂടെ നമ്മൾ അവിടെ ഈ പേപ്പർ കിട്ടുമ്പോൾ കൺഫ്യൂഷൻ അതുതന്നെയാണോ, ഇനി ആ ഇക്വേഷൻ ആണോ, അല്ലെങ്കിൽ ആ റിയാക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇതന്നെയാണോ അതിൻ്റെ ആൻസർ, ഇങ്ങനെ നമുക്ക് തന്നെ അങ്ങനെ ഡൗട്ട് വരും, ചെയ്താൽ ശരിയാവില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ജനറൽ സ്റ്റഡി ടിപ്സിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആദ്യം നമ്മുടെ ഏറ്റവും നല്ല സബ്ജക്റ്റ് നോക്കുക, പിന്നീട് ഇച്ചിരി ടഫുള്ള അത് മാക്സിമം ഏതാണ് അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ബയോളജി ഭയങ്കര എളുപ്പമായിരിക്കും, ചിലർക്ക് കെമിസ്ട്രി എളുപ്പമായിരിക്കും, ചിലർക്ക് ഫിസിക്സ് ആയിരിക്കും എളുപ്പം. ഇതാണ് അവനവൻ്റെ കംഫർട്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് ആദ്യം പഠിച്ചു തുടങ്ങാം. അത് എപ്പോഴും എന്താ വെച്ചാൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ടാവും. നമുക്ക് ആദ്യം ഒന്നും അറിയാത്ത പിടിച്ചിട്ട് 2-3 മാസം മെനക്കെട്ടിട്ട് ചിലപ്പോൾ കുറച്ച് പഠിച്ചാലും നമുക്ക് ഒന്നും ആയും തോന്നില്ല. ഇപ്പോൾ ഒരു 9 മാസം നമ്മളിവിടെ ആകെ പഠിക്കുന്നുണ്ടെന്നെങ്കിൽ ഒരു മാസം നമ്മൾ ഒരു എക്സാംസിന് വിട്ടു, ഒരു 9 മാസം എന്ന് വെച്ചാൽ 3 മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് 10 ചാപ്റ്റർ പഠിച്ചു. പക്ഷേ ആ ടൈം കൊണ്ട് നല്ല അറിയണ സബ്ജക്റ്റ് ചിലപ്പോൾ അതിൻ്റെ 3 ഇരട്ടി പഠിച്ചു എന്ന് വരുമായിരിക്കും. അപ്പോൾ നമ്മൾ 10 ചാപ്റ്ററേ പഠിച്ചുള്ളൂ, 3 മാസം കൊണ്ട് ഇത്ര എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ, 6 മാസം കൊണ്ട് ഇനി എന്ത് കഴിയും? 6 മാസം എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ദിവസം എണ്ണാൻ തുടങ്ങും. ദിവസം എണ്ണ തുടങ്ങണ വേറെ ചിലരുടെ പരിപാടിയുണ്ട്, അത് മണിക്കൂറിലേക്ക് ആക്കിയിരിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള ടൈമിന് ഭയങ്കര കോൺഷ്യസ്. എനിക്ക് എന്നെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, ആളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം നോക്കിയിട്ട് 10 മിനിറ്റ് സംസാരിക്കുക, 10 മിനിറ്റ് സംസാരിക്കുക, അങ്ങനെ കയറ്റിയിരിക്കുന്ന ഒരുവരുണ്ടായിരുന്നു. അത്ര ഹൈ ലെവലിൽ ഇരുന്ന് ഇതാക്കണവര് അതെ അതെ അപ്പൊ ചിന്തിച്ചാൽ മതി, അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് പ്രൊസീജിയർ. ഞാൻ മനസ്സിലാക്കണത് ഒരു ഭൂരിഭാഗം ഇതിലാകെ വരുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉള്ളൂ, അതും +2 ലെവലില്ല. ഇതിനേക്കാളും ടഫുള്ള എക്സാമുകളിൽ നമുക്ക് നേടിയ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാനൊരു ന്യൂസ് ഇപ്പോൾ അടുത്ത് വായിച്ചിട്ടുള്ള 21-22 വയസ്സിൽ രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ജഡ്ജിയായിട്ട് കയറിയിട്ടുണ്ട്. 20-22 വയസ്സിൽ. അപ്പൊ അതിനേക്കാളും അത്ര അധികം ഒന്നും ഇപ്പൊ ഇവിടെ റിപ്പീറ്റിനും റീറിപ്പീറ്റിനും ചെയ്യുന്നവർക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അത് എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണെന്നത് ആലോചിക്കണം. ആ എക്സാം എഴുതി പാസ്സാകുന്ന സ്ഥിതിക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിനെ വെച്ച് അതിന്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ
ഇത് നേടാതെ കൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ലാസ്റ്റ് ടൈം വരുന്ന ടെൻഷനാണ്. നല്ല പഠിക്കുന്ന കുട്ടികൾ തന്നെ പിന്നിലോട്ട് പോകുന്ന ഒരു ഫാക്ടർ. എന്നാൽ അതേപോലെ ഓവർ ടെൻഷൻ ആയിട്ട് അതിന്റെ പുറകെ കുറെ സമയം കളയരുത്, അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലാസ്റ്റ് പഠിക്കുന്ന ലെവലിന് അപ്പോൾ നമുക്ക് പഠിച്ചുള്ള ടോപ്പിക്സ് ആദ്യം പെട്ടെന്ന് ഒന്ന് ഓടിച്ചു വായിക്കാം. ഒറ്റയടിക്ക് ഇരുന്നിട്ട് കാണാപ്പാടാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, മലമറിച്ച നടക്കില്ല. ആദ്യം ഒന്ന് വായിച്ചു പോവുക, പിന്നീട് വീണ്ടും അതിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്താൽ മതി. ടൈം കിട്ടുമ്പോഴൊക്കെ വായിക്കാം. പിന്നെ അത് കംഫർട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് ആദ്യം പഠിക്കാം. അതെ, അതിപ്പം മോൻ പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റിന് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കളയുന്നതിലും ആ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ട്രോങ് പോയിന്റ് എടുത്ത് കറക്റ്റായിട്ട് ഇപ്പോൾ ഒന്നുകൂടെ പഠിച്ച് സ്ട്രോങ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളതിന്റെ ടൈം എടുക്കുക അല്ലേ? അതൊരു നല്ലൊരു ടിപ്പാണ്. ഇപ്പൊ എല്ലാവരും പഠിക്കുക അതെനിക്ക് അറിയാലോ എന്ന് ചോദിച്ചാൽ അറിയാത്തതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ല അതെ 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 എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. യെസ്. അപ്പൊ ഇനിയിപ്പോ 2026 എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികൾ മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആദിത്യ പറഞ്ഞത് അല്ലേ? വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ അവർക്ക്? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ ബേസിക്കലി പറയുക 3 ആക്കി തിരിക്കുന്നുണ്ട്. ഫിസിക്കൽ ഉണ്ട്, ഇനോർഗാനിക് ഉണ്ട്. പിന്നെ ഓർഗാനിക്കിൻ്റെ സിലബസ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തു, കാര്യമായിട്ട് അതിലൊന്നും വരുന്നില്ല. പിന്നെ വരുന്നത് ഓർഗാനിക്കാണ്. ഇതിൽ ഏതാണ് ഏറ്റവും കംഫർട്ടുള്ള ഇത് എന്ന് വെച്ചാൽ അത് ആദ്യം തുടങ്ങും. പിന്നെ എപ്പോഴും അങ്ങനെയല്ല ശരിക്കും അതിൻ്റെ രീതി എന്നുണ്ടെങ്കിലും, പക്ഷെ അങ്ങനെ വേണമെങ്കിൽ സ്റ്റുഡൻസിനുള്ള വേണമെങ്കിൽ പറയാം. കാരണം ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി പഠിച്ചു കഴിഞ്ഞാൽ ഇനോർഗാനിക്കും ഓർഗാനിക്കും ഭയങ്കര എളുപ്പമായി മാറും. കാരണം എന്താ വെച്ചാൽ ഫിസിക്കലിലെ പല മെഷർമെൻറ്റ്സും ക്വാണ്ടിറ്റീസും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെ ഇനോർഗാനിക്കിലും ഓർഗാനിക്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനോർഗാനിക്കിലൊക്കെ ശരിക്കും നോക്കിയാൽ ഒരു ടേബിൾ ഉണ്ടാവും. അതിലിങ്ങനെ ഇന്ന എന്താൽപ്പി, ഇന്നത് കിലോ ജൂൾ, ഇന്നതാണ് എന്നൊക്കെ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഇത് കിടക്കുന്നത് തെർമോഡൈനാമിക്സിലാണ്. അത് പഠിച്ച ഒരാൾക്ക് ഇത് കാണുമ്പോൾ അതെന്താന്നുള്ളത് അവിടെ ചെന്നിട്ട് നോക്കേണ്ട ആവശ്യം വരില്ല. ശരിക്കും പഠിക്കേണ്ട മെത്തേഡ് പറഞ്ഞാൽ ഫസ്റ്റ് ഫിസിക്കൽ നോക്കി തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. പക്ഷെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തുടങ്ങിയത് ഓർഗാനിക്കിലായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അതായതുകൊണ്ട് ഒരു ഭാഗം ഓർഗാനിക് ആയതുകൊണ്ട് ഞാൻ അതിന് തുടങ്ങി. പിന്നെ ഫിസിക്കൽ, പിന്നെ ഇൻഓർഗാനിക്, അങ്ങനെയായിട്ട്. ഇൻഓർഗാനിക് പിന്നെ എന്താ വെച്ചാൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളത് റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓർഗാനിക്കിൻ്റെ നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് എഴുതി നോക്കുക. പിന്നെ അതിൽ തന്നെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ബാക്കിലുള്ള ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് അത് ചെയ്തു പോകണം. കാരണം അതിൽ നമ്മൾ ടെക്സ്റ്റിലുള്ള പല കൺസെപ്റ്റുകളുടെയും ഒരു ആപ്ലിക്കേഷൻ ലെവൽ അതിൽ കിടക്കുന്നുണ്ട്. അത് പലരും ചെയ്തു കൊടുക്കല്ല. പിന്നുണ്ട് ഇങ്ങനെ കള്ളിയിലാക്കി വെച്ച സാധനങ്ങളൊക്കെ തിരിഞ്ഞു നോക്കാൻ മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അങ്ങനെ പച്ചയും ചുവപ്പും നിറത്തിലൊക്കെ അങ്ങനെ കള്ളിയാക്കി വെച്ചിട്ടുണ്ടാവും, ആരും തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ പല ചോദ്യങ്ങളുടെയും ഭയങ്കര വലിയ കൺസെപ്റ്റുകളൊക്കെ കിടക്കുന്നത് ചിലപ്പോൾ കള്ളിയിൽ ഒരു വരിയിലായിരിക്കും. ഇപ്പോൾ ഒരു ഓർഗാനിക്കിലൊരു ചാപ്റ്ററിൽ ഹാലോ ആൽക്കെയിൻസിൽ അങ്ങനെ ഒരു പെട്ടിയിലാക്കി ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ വേഴ്സസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിലിങ്ങനെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. പലരും എന്താ വെച്ചാൽ പെട്ടി കാണുമ്പോൾ വലിയ ആവശ്യമൊന്നും വരില്ല, ലാസ്റ്റ് നോക്കാം വെച്ച് പോവും. പിന്നെ അതേപോലെ തന്നെ സോൾവ്ഡ് എക്സാമ്പിളിൽ ഇതേപോലെ തന്നെ ഈ ക്ലോറോബെൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ആക്ടിവേറ്റിംഗ് ഡീആക്ടിവേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിൽ ലാസ്റ്റ് ഒരു വരിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓർത്തോപേര ഡയറക്റ്റിംഗ് ആണ്, അതിൻ്റെ എന്താണ് -A എഫക്റ്റ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ പലരും ഈ സംഭവം ആരും വായിച്ചു നോക്കില്ല. സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് പറയും നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വരണം എന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, മടി കാരണം വായിക്കില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ അത് വെച്ചിട്ട് ഒരു അസേഷൻ റീസൺ ആയി ചോദിച്ചൂടെ? നമുക്ക് അസേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമുക്കിത് അറിയണം. ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സംഭവം തന്നെയാണ് അസേഷൻ റീസൺ. ഏതെങ്കിലും A or B എന്നുള്ളത് അതിലാണ് അതിനുള്ള C and D അല്ല, ഓക്കെ. പക്ഷെ A ആണോ B ആണോ എന്നുള്ളത് അതറിയണമെങ്കിൽ നിങ്ങൾ ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. യെസ്, ഓക്കെ. അപ്പൊ ടൈം ഒക്കെ മാനേജ് ചെയ്യുന്നത് വളരെ നന്നായിട്ടല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്യണം, നിരത്തി ക്വസ്റ്റ്യൻ ചെയ്യണം. അതിലൊട്ടും പിശുക്ക് കാണിക്കരുത്. കാരണം നമ്മൾ എത്ര പഠിച്ചു പോയാലും നമ്മൾ മറക്കും. പക്ഷെ നമുക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മ വരും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഇങ്ങനെ തിയറി ഇങ്ങനെ പഠിച്ചു വെച്ച് പോയിട്ട് കാര്യമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളത് ചെയ്തു നോക്കുമ്പോൾ നമുക്കതെന്ത് വരും, അത് ഇന്നതാണെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെല്ലും. നമുക്കത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും വരിക, ഇതായിരിക്കും അതിൻ്റെ അത് അടുത്തത് വരിക, നമ്മളത് പഠിക്കും. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ആവണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്യണം. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട്
പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ എഴുതി ഇപ്പം നേടി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സീറ്റുകൾ നേടിയ ഒരാളാണ് ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ച് ഇപ്പോൾ ആദിത്യ പറഞ്ഞ പോലത്തുള്ള കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾ ഒരാളായിട്ട് നിന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ സോ നിങ്ങളിപ്പോൾ പലരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ ആദിത്യ പറഞ്ഞതും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇംപ്രവൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ല മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആദിത്യ അതാ ഫസ്റ്റ് ഇയർ എന്താ പറയുക MBBS ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ആ ഒരു ഡ്രീം ക്യാമ്പസിൽ ഇപ്പോൾ അതാ പടി കയറി ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നേടിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ടും ആദിത്യയുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി ഒന്നടങ്കം ആശംസിക്കുകയാണ്. സോ താങ്ക് യു ഫോർ കമ്മിങ് ഇയർ. ഇതുപോലെ ഇടയ്ക്ക് വരിക, ഞങ്ങളൊക്കെ ഒന്ന് കാണുക. ഓരോ വർഷത്തെ സെമസ്റ്ററിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങളെ വന്ന് കാണുക. എല്ലാവരുടെയൊക്കെ ആയിട്ട് ഓരോ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്ത് നമുക്ക് തിരിച്ചു പോവാം അല്ലേ. യെസ്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ആദിത്യ വൺസ് അഗൈൻ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.